മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ചുകൊണ്ട് കർത്താവിശ്വം മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ വാക്യം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 18 verse 19. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. പ്രിയമുള്ള സഹോദരങ്ങളെ, തങ്ങളുടെ മകള് നേരായ മാർഗത്തിലൂടെ അല്ല പോകുന്നത്, അവൾക്ക് എന്തൊക്കെ തെറ്റായ വഴികളുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു അപ്പനും അമ്മയും ആ വിവരവിനെ ധരിപ്പിച്ചതിനു ശേഷം അവര് പ്രായശ്ചിത്തമായിട്ട് അവര് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒന്നാമതായിട്ട് അവരെന്നും പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. രണ്ടാമത് അവര് മകള് പ്രത്യേകം അറിയാതെ ത്യാഗപൂർണമായി നോമ്പെടുത്ത് അവര് മുന്നോട്ട് പോവുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ മകളുടെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വലിയ ഉപദേശങ്ങളൊന്നും കൊടുക്കുവാൻ പോയില്ല. എന്നോടും പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ നെറ്റ് റിസൾട്ട് എന്തായിരുന്നു? ഈ മകള് പ്രത്യേക ഉപദേശമൊന്നും കൂടാതെ തന്നെ ആ തിന്മയുടെ കമ്പനി വിട്ട് നന്മയിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങൾ ഭൂമിയിൽ ചോദിക്കുന്ന 2 പേര് ചോദിക്കുന്ന ഏത് കാര്യം സാധിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പറയും, തെക്കേക്കൂറ്റ് തൊമ്മനും വടക്കേക്കൂറ്റ് മത്തായുടെയും കാര്യമല്ല. ഒരു കുടുംബത്തിൽ ദൈവം ഒന്നിപ്പിച്ച ദമ്പതികളാണ് ആ കുടുംബത്തിന്റെ വലിയ ശക്തി. അവർ ഒന്നിച്ചു നിന്നുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മുടെ കുടുംബം രക്ഷയിലേക്ക് കടന്നു വരും എന്ന് മാത്രമല്ല, നമ്മുടെ ഏത് കാര്യവും ദൈവത്തിന്റെ തിരുഹിതമനുസരിച്ച് നിറവേറ്റപ്പെടും എന്നതും ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ കുടുംബം ഒരുമിച്ച് നിൽക്കാൻ, മക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ എല്ലാ കുടുംബാംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, അപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.